തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സീനിയർ റെസിഡന്റുമാരെ നിയമിക്കുന്നില്ലെന്ന പരാതി. 20ഓളം PG ഡോക്ടേഴ്സാണ് ഇപ്പോൾ നിയമനം കാത്തിരിക്കുന്നത്. സർക്കാർ പരീക്ഷകൾ എഴുതണമെങ്കിൽ റെസിഡന്റുമാരായി നിർബന്ധിത സേവനം അനുഷ്ഠിച്ചിരിക്കണം എന്നാണ് കണക്ക്. റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നു. റിനു, ഗുഡ് മോർണിംഗ്. പറയൂ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് SKN. അതായത് PG എക്സാം എല്ലാം വിജയിച്ചതിന് ശേഷം ഈ ഡോക്ടർമാർ ഒരു വർഷം ആ ആശുപത്രികളിൽ, അതായത് മെഡിക്കൽ കോളേജുകളിൽ സീനിയർ റെസിഡന്റ് പോസ്റ്റുകളിൽ നിർബന്ധിത സേവനം അനുഷ്ഠിക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഇവർക്ക് PGയുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഇവർക്ക് ആ തസ്തിക അനുസരിച്ചുള്ള ജോലിയിലേക്ക് പോകുവാൻ വേണ്ടി കഴിയൂ. പക്ഷേ നിലവിലിപ്പോൾ ഏകദേശം 3 മാസത്തോളമായി, കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇവർ പരീക്ഷ എഴുതി വിജയിച്ചത്. അതിനുശേഷം ഇവർക്ക് ഈ നിർബന്ധിത സേവനത്തിന് വേണ്ടിയിട്ടുള്ള ഈ PG റെസിഡന്റുമാരായിട്ടുള്ള നിയമനം സർക്കാർ നൽകുന്നില്ല എന്നുള്ളതാണ്. അതിനവർ കാരണമായി പറയുന്നത് സീറ്റ് ഒഴിവില്ല എന്നുള്ളതാണ്. സീറ്റ് ഒഴിവുണ്ടെങ്കിൽ മാത്രമേ തങ്ങൾക്ക് ഈ റെസിഡന്റുമാരായി നിയമനം നൽകാൻ കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം 20ഓളം PG പരീക്ഷ എഴുതി പാസ്സായ ഡോക്ടർമാരാണ് ഒരു ജോലിക്കും പോകാൻ കഴിയാതെ വീട്ടിലിരിക്കുന്നത് എന്നുള്ളതാണ് അവർ പങ്കുവെക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പരീക്ഷകൾ, PSC പരീക്ഷകളെല്ലാം തന്നെ എഴുതണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതായത് ഈ നിർബന്ധിത സേവനം അനുഷ്ഠിക്കുന്ന ഒരു വർഷം കഴിഞ്ഞുള്ള സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവർക്ക് പരീക്ഷ എഴുതുവാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. മറ്റു മെഡിക്കൽ കോളേജിലും സമാന സാഹചര്യം തന്നെയാണ് എന്നുള്ളതാണ്. ഇതിലിവർ പറയുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പ് ഇടപെട്ടിട്ട് കൂടുതൽ വേക്കൻസി കൊണ്ടുവരണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ തങ്ങൾക്ക് ഈ ഒരു നിയമനം കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇനിയും വർഷത്തോളം ഇരിക്കണം. കാരണം നിലവിൽ ഇപ്പോൾ പോസ്റ്റിംഗ് ചെയ്ത ഈ സീനിയർ റെസിഡന്റുമാരുടെ വേക്കൻസി വരണം. എങ്കിൽ മാത്രമേ പുതുതായി പരീക്ഷ എഴുതി പാസ്സായവർക്ക് നിയമനം ലഭിക്കൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അതിലുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കണം. കൂടുതൽ വേക്കൻസി അല്ലെങ്കിൽ സീറ്റുകൾ പ്രഖ്യാപിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഇല്ലെങ്കിൽ ഇവർക്ക് ഒരു കാരണവശാലും, കാരണം ഈ അടുത്ത മാസത്തോടുകൂടി പുതിയ പുതിയ ബാച്ച് പാസ്സായി പുറത്തേക്ക് വരും. അപ്പോൾ അവർക്കും നിയമനം ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ 20 എന്നുള്ളത് 40ലേക്ക് കടക്കും. അങ്ങനെ ഓരോ വർഷം കഴിയും തോറും കൂടുതൽ ഈ PG ഡോക്ടർമാരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇതിൽ ഇടപെട്ട് ഒരു പരിഹാരം കാണണമെന്നാണ് ഈ PG പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത്. SKN. ഓക്കെ, താങ്ക് യു റിനു ശ്രീധർ.